ഹലോ. അപ്പോൾ ഇന്ന് രാത്രിയായപ്പോൾ ഇവിടെ ഒരാൾക്കൊരാഗ്രഹം പഴം നെയ്യിൽ വരട്ടി കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇല്ലാത്ത നെയ്യൊക്കെ തപ്പിയെടുത്ത് പഴം വരട്ടാനായിട്ട് പോവുകയാണ്. നെയ്യ് ഉരുക്കി വെച്ചതെല്ലാം തീർന്നു, ലാസ്റ്റാണ്. അങ്ങനെ ഇവിടെ ഒരു പഴം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാനൊന്ന് പൊളിച്ച് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. പഴം ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുമ്പും ഇവിടെ ഉണ്ടാക്കി വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം. പഴമെല്ലാം അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഷുഗർ ഉള്ളവരും പഞ്ചസാര വേണ്ട എന്നുള്ളവർക്കും പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. നല്ല ഒരു ഗോൾഡൻ കളറ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. പഞ്ചസാര ഇടാതെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇത് ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഓരോന്നോരോന്ന് മറിച്ചിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ രണ്ട് സൈഡും ഒരുപോലെ ബ്രൗൺ കളറൊക്കെ ആയി വരത്തുള്ളൂ. അങ്ങനെ എല്ലാം നമ്മൾ മറിച്ച് എടുത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവസാനം പഴം വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പം ആൾ ഓടി വരും കഴിക്കാനായിട്ട്. ഇതിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ 2-3 പ്രാവശ്യം ഓടി വന്ന് നോക്കിയിട്ട് പോയതേ ഉള്ളൂ. നമ്മുടെ നെയ്യ് തീർന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ പാൽപ്പാട എടുത്ത് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കഷ്ടപ്പാടാണ്. ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നെയ്യ് മസ്റ്റാണ്. അത് കാരണം നെയ്യ് തീരുമ്പോൾ അപ്പോഴത്തേക്ക് നെയ്യ് പാട എടുത്ത് വെച്ചത് ആയി കാണും. അപ്പോഴത്തേക്ക് നമ്മൾ ഉരുക്കിയെടുക്കും. അങ്ങനെ നെയ്യ് ഒഴിച്ച് വെച്ചു. ആ സമയം കൊണ്ട് സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അടുക്കള ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് രാത്രിയിലെ ഏറ്റവും വലിയ പണി. പാത്രം കഴുകലും ഒന്നുമല്ല. ഈ ഒരു പണിയാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. സിങ്കും അടുക്കള സ്ലാബുകളും ഒക്കെ കഴുകി വൃത്തിയാക്കുമ്പോഴത്തേക്ക് മടുപ്പാകും. അങ്ങനെ ഞാൻ അതങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ സമയം നമ്മുടെ നെയ്യ് സ്റ്റൗവിൽ കിടന്ന് തിളയ്ക്കുകയാണ്. അങ്ങനെ അവസാനം സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കിച്ചൺ സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടണം. എല്ലാ ദിവസവും ഞാൻ ആദ്യം വലിയ കിച്ചൺ അങ്ങ് വൃത്തിയാക്കും ആദ്യം. അതാണ് കുറച്ച് പണി കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ചെറിയ കിച്ചണ് ഞാൻ നാളത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നെയ്യൊക്കെ അടുപ്പിൽ കിടന്ന് നല്ല മൂത്തൊക്കെ വരുന്നുണ്ട്. നെയ്യ് അവിടെ ഇരുന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തേക്ക് തിളപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ കലത്തിലെ വെള്ളമെടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് അരി കഴുകിയിട്ട് കൊടുക്കുകയാണ്. നേരത്തെയൊക്കെ ഞാൻ രാവിലെ പ്രഷർ കുക്കറിലങ്ങ് കൊണ്ടുപോകാനുള്ളത് വെക്കുകയായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്യും. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് താമസിച്ച് കഴിക്കുകയാണെങ്കിൽ ചോറിന് അത്ര സുഖം ഉണ്ടാവുകയില്ല കഴിക്കാൻ. ഒരു തണുപ്പൊക്കെ അടിച്ചു തുടങ്ങും. ചെറിയ ചൂടേ ഉണ്ടാവുള്ളൂ. ചേട്ടായി വന്നിട്ട് ചോറൊക്കെ കഴിക്കുന്ന സമയമാകുമ്പോഴേക്ക് കുറേ താമസിക്കും. അത് കാരണമായിരുന്നു പ്രഷർ കുക്കറിൽ വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നെയ്യൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൂച്ചക്കുട്ടന്മാർ വീട്ടിലേക്ക് കയറി വരികയാണ്. ഒരാളുടെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്.
ഞൊണ്ടി ഞൊണ്ടിയാണ് 2 ദിവസമായിട്ട് നടക്കുന്നത്. പാവം കരയുകയാണ്. അങ്ങനെ ഇനി നമ്മൾ ചേട്ടായിക്കുള്ള ചോറങ്ങ് വിളമ്പി വെക്കുകയാണ്. ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ചേട്ടായി വരാനൊക്കെ സമയമായിട്ട് വരുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.